ഗ്രോ ബാഗിനകത്ത് ഞാൻ പച്ചക്കറി വിത്തുകൾ നടാനുള്ള തൈകൾ നടാനുള്ള മണ്ണും ചാണകവും വേപ്പിൻ പിണ്ണാക്കും കൂടെ കൂട്ടിയിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി ഓരോ തൈകളായിട്ട് നട്ടു കൊടുക്കാം. അതിനായി ഈ ഗ്രോ ബാഗിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ. എന്നിട്ട് നമുക്ക് ഈ വെണ്ടത്തൈ ഇതിനകത്തേക്ക് നട്ട് കൊടുക്കാം. കുറച്ച് വള്ളിപ്പയറും കുറച്ച് പാവലും ഒക്കെ ഞാൻ വെണ്ടയും എല്ലാം കൂടെ ഇങ്ങനെ ചെറിയ ഗ്രോ ബാഗിൽ കൂടെ നട്ടതാണ്. അപ്പോൾ അതെല്ലാം നല്ല ഉണക്ക് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വളമായിട്ട് പ്രത്യേകിച്ചൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഞാൻ ചേർക്കുന്നത് ചാണകം, പച്ചച്ചാണകം ഡ്രമ്മിനകത്ത് കോരി ഒഴിച്ച് വെക്കും. അതിനകത്തേക്ക് നമ്മുടെ പച്ചക്കറി വേസ്റ്റും പിന്നെ സവോളയുടെ തൊലി, മുട്ടത്തോട് എല്ലാം കൂടെ ഇട്ട് അങ്ങനെ മിക്സ് ചെയ്ത് അതിലേക്ക് തന്നെ വെക്കും. ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും കുറച്ച് പിണ്ണാക്കും കൂടെ ഒരു 2 ദിവസത്തേക്ക് ഇട്ട് വെക്കും. അങ്ങനെ പുളിപ്പിച്ചിട്ടാണ് ഈ ചെടികൾക്കൊക്കെ ഞാൻ ചാണകവെള്ളമൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തെല്ലാം നിറയെ മുട്ട് വന്നിട്ടുണ്ട്. വേറെ രാസവളങ്ങളൊന്നും ഇടുന്നില്ല. പച്ചക്കറി വേസ്റ്റും പച്ചച്ചാണകവും കൂടെയൊക്കെ ഞാനൊരു ടാങ്കിനകത്ത് ഇട്ട് വെച്ചതായിരുന്നേ. അത് പച്ചക്കറിക്കും ചെടിക്കും ഒക്കെ ഇതിനകത്ത് കൂട്ട് കുറേശ്ശെ മുക്കി ഒഴിച്ചാൽ മതി. അപ്പോൾ അതെല്ലാം നല്ല വളമാണ് ഇതിനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ. അതിനുവേണ്ടി ഇത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ചെടികളുടെയൊക്കെ ചുവട്ടിൽ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് വാഴയും കുറച്ച് പച്ചക്കറികളൊക്കെ ഇതിലേക്ക് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാവലിനൊരു ചെറിയ പന്തലിട്ടതാണ് ഇത്. പിന്നെ വെണ്ടയും ഒക്കെ സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാം.